ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ ഫോട്ടോഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പം അടുത്തൊരു ദിവസം വന്നിരിക്കുകയാണല്ലേ. ഇനി എത്ര ദിവസം കൂടെ ഉണ്ടായിരുന്നു മോളെ? 2 ദിവസം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കുഞ്ഞു വാവ പുറത്തേക്ക് വരും. 2 ദിവസം കഴിയുമ്പോ പുറത്ത് വരും. പക്ഷെ എന്നാലും ഇൻഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 2 ദിവസം കഴിയുമ്പോഴാണ്. ഐ എക്സൈറ്റഡ് മോൾ? എന്റെ അമ്മ ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ 2 ദിവസം കൂടിയാണ്. നമ്മൾ ഇത്രയും നാൾ 10 മാസക്കാലം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് പുറത്തേക്ക് വരുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അല്ലേ, അയ്യോ മീറ്റ് ചെയ്യാൻ പോകുന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ ടെൻഷനുണ്ട്, ടെൻഷനും പേടിയുണ്ട്. അറിയില്ല, എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ടുള്ള ദൈവം എന്തെങ്കിലുമൊക്കെ വഴി കാണിക്കുമായിരിക്കും അല്ലേ. അപ്പം ഇന്നെന്താണ് നമ്മുടെ പരിപാടി? ഇന്ന് നമ്മൾ പുറത്തു പോകാൻ വേണ്ടി നമ്മൾ വൈകുന്നേരം ആയപ്പോ നമ്മൾ പുറത്തൊന്ന് ജസ്റ്റ് പോവാൻ പോവാണ്. നടക്കാൻ പോണം അല്ലേ? ബൂട്ട്സിലും പോണം. എന്തിനാ ബൂട്ട്സിൽ പോകുന്നത്? അപ്പൊ നമ്മള് മറ്റേ ഫോർമുല ഫീഡ് അല്ല, ഫോർമുല മിൽക്ക് നമ്മൾ മേടിച്ചു വെച്ചേക്കാം എന്ന് വിചാരിക്കണം. വലിയ പാക്ക് അല്ല, ചെറിയ വല്ല പാക്കും തുടക്കത്തിൽ ആ ഒരു സമയത്ത് എങ്ങാനും ഉപയോഗിക്കാൻ വന്നു കഴിഞ്ഞാൽ. ഡൗട്ട് ചെയ്യട്ടെ, നീ ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ ഫോർമുല മിൽക്ക് ആണോ കൊടുക്കാൻ പോകുന്നത്? അങ്ങനെയല്ല, നമ്മളോട് പറഞ്ഞേക്കുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നു. അല്ല, നമ്മളോട് അങ്ങനെ പറഞ്ഞൊന്നും അല്ല. മീൻസ് ഫോർമുല ഫീഡ് നമ്മളോട് മിഡ്വൈഫ് പറഞ്ഞിരുന്നു. ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇൻ കേസ് എങ്ങാനും എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നുള്ള രീതിയിൽ ഫോർമുല ഫീഡ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ്. പക്ഷെ നമ്മളിപ്പോ ഫീഡ് അങ്ങനെ മേടിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ ഫോർമുല മിൽക്ക് നമ്മൾ കുറച്ച് മേടിച്ചു വെക്കാൻ. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം മിഡ്വൈഫിന്റെ അടുത്ത് പോയപ്പോഴാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് പ്ലസ് ടോപ്പപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഫോർമുല കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മിഡ്വൈഫിന്റെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു അവര് ടോട്ടലി റെക്കമെൻഡ് ചെയ്യണം ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, അത് കൊച്ചിന് മാക്സിമം കൊടുക്കാൻ പറ്റും, അത് കൊടുക്കാൻ തന്നെയാണ് അവരും റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ ഞങ്ങളും ആ ഒരു സംഭവം ഞങ്ങൾ അതായിരുന്നു മെയിൻലി ഫോക്കസ് ചെയ്തത്. പിന്നെ എല്ലാവരും ഈ ഫോർമുല എന്ന് പറയുന്നതാണല്ലേ. പിന്നെ മിഡ്വൈഫിന്റെ അടുത്ത് ചെന്നപ്പോൾ അവരായിരുന്നു പറഞ്ഞത് ഈ ഫോർമുല മിൽക്ക് മേടിച്ചോണ്ട് വരുന്ന കാര്യം. പിന്നെ ആ ഫോർമുല മിൽക്ക് നമ്മൾ ആശുപത്രി കൊണ്ടുപോയില്ല ുണ്ടെങ്കിൽ അവിടെ അവരത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. പിന്നെ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ വേണ്ടി, രാത്രിയൊക്കെ ചിലപ്പം ഭയങ്കരമായിട്ടും കരയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിൽ. അത് ഓൾറെഡി മെയ്ഡ് ആണ് അത് ഫീഡ്. പിന്നെ അതിൽ മറ്റേ ക്യാപ്പ് ഒക്കെ ഉണ്ട്, അതിന് നിപ്പിൾ മറ്റേ ഫീഡിംഗ് ബോട്ടിലിന്റെ പോലത്തെ ക്യാപ്പും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവര് പറഞ്ഞായിരുന്നു നമ്മൾ പരമാവധി ബോട്ടിൽ ഫീഡിങ് അവോയ്ഡ് ചെയ്ത് ഇപ്പൊ ഈ ഇതുപോലെയുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമ്മൾ മറ്റേ വായിൽ കൈയിട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ ഫീഡ് സിറിഞ്ച് വഴിയൊക്കെ ഫീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊന്നും നമ്മൾ പോസിബിൾ ആണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് സത്യം പറഞ്ഞ ഒരു ABCD അറിയാമല്ലോ. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചു വരുവാണ്. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ഞങ്ങൾ കുറ്റപ്പെടുത്തൊന്നും ചെയ്യരുത്, കാരണം ഞങ്ങൾ പഠിച്ചു വരണേ ഉള്ളത്. പിന്നെ അവര് പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അവര് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് അവര് പറഞ്ഞായിരുന്നു. നമ്മളും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടോ. ഇപ്പൊ ആ തുടക്കത്തിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ലാത്ത അങ്കലാപ്പുകൾ ഉണ്ട്. ഇന്നത്തെ ഫോട്ടോഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഉള്ളായിരുന്നു. നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അതെ, നല്ല എഡിറ്റ് ചെയ്ത് വന്നപ്പോ നല്ല രസമല്ലേ കാണാൻ. അപ്പൊ നിങ്ങള് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണുക അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് പോയാലോ. നമുക്ക് നേരെ പോയിട്ട് ബൂട്ട്സിൽ പോകാം. ബൂട്ട്സിൽ പോയിട്ട് സാധനം കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നടക്കാനും പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ നമ്മള് ബൂട്ട്സിലേക്കല്ല, നമ്മളിപ്പോ ആദ്യം നേരെ പോകുന്നത് മറ്റേ പെയിന്റിലുള്ള സ്പോർട്സ് ഡയറക്റ്റിലേക്കാണ്. അന്ന് നമ്മള് ഷൂസ് മാറാൻ വേണ്ടി പോയായിരുന്നല്ലോ, അന്ന് നടന്നില്ലായിരുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടിട്ട് പോവാല്ലേ. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷൂ. അതെ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഷൂ വെച്ചിട്ട് എനിക്ക് ഷൂ മേടിച്ചു തരാന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് മേടിക്കാൻ വേണ്ടി പോകുന്നു. പുതിയ ഷൂ ഒക്കെ ഇട്ട് പ്രഗ്നൻസി പ്രസവിക്കാൻ പോവാണ്. ഇപ്പൊ നല്ല ചൂടുണ്ട്, നല്ല വെട്ടിപ്പൊള്ളുന്ന ചൂടുണ്ട്. ഇപ്പൊ സമയം ശരിക്കും 4:30 ഏതാണ്ടാണ്. പക്ഷെ എന്നാലും നല്ല വെയില് കാരണം ഇന്നലെ ആണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിട്ട് 9:30 ആയപ്പോഴാണ് സൺസെറ്റ് ആയത്. സത്യം 8:30 9 മണി ആയപ്പോഴാണ് സൺസെറ്റ് ആയത്. ഇങ്ങനെയാണ് സ്ഥിരം UK എങ്കില് അടിപൊളിയായത്. ഈ വിന്ററിനാണ് ഇവിടുത്തെ ഒരു ശോകം. അല്ലെങ്കിൽ UK അടിപൊളിയാണ്. പക്ഷെ ഇത് ഭയങ്കര വല്ലാത്ത ചൂടാണ്. നമ്മൾക്ക് പുകയുന്ന പോലത്തെ ഒരു ഫീലാണ്. നാട്ടിലത്രയില്ല, പക്ഷെ എന്നാലും എന്തോ പെട്ടെന്ന് ആ ക്ലൈമറ്റ് മാറുന്നതിന്റെ ആയിരിക്കും. മൊത്തം ടൂറിസ്റ്റുകളാണ് ഈ ഏരിയ മൊത്തം. എനിക്ക് എന്തോരം പിള്ളേരല്ലേടി, പിള്ളേരാണ് ടൂറിസ്റ്റുകളാണ്. എല്ലാരും സെയിം ക്യാപ്പും ഡ്രസ്സൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. എന്ത് രസമല്ലേ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോ തന്നെ ഒരു രസമാണ്. ഇനിയിപ്പോ ടൂറിസ്റ്റിന്റെ സമയമായി. കൊറേ ടൂറിസ്റ്റ് നോക്ക് എന്തോരം ആക്ടിവിറ്റീസ് നമ്മുടെ ഇവിടെ നടക്കുന്നതെന്ന്. അവിടെയൊക്കെ ഏതാണ്ടൊക്കെ ആൾക്കാർ നടക്കുന്നു. ഇവിടെ പാർക്കിലൊക്കെ നിറച്ച ആൾക്കാരാണ്. ഇവിടെ റെസ്റ്റോറന്റിൽ ഭയങ്കര ആൾക്കാര് ഇതുണ്ടല്ലേ നിറച്ച്. ഇവിടെയൊക്കെ വിന്ററിലൊക്കെ എന്ത് ശോകാന്നറിയോ. നമുക്ക് ബീച്ച് വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ പെയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്പോർട്സ് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പ്. അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അയ്യോ, ട്രെയിൻ. ആ ട്രെയിൻ്റെ വെച്ച കേട്ടോ, അത് മറ്റേ സ്റ്റീം ട്രെയിനാണ്. ഇവിടെ കഴിഞ്ഞോട്ട് നമ്മൾ അവിടെ കിടക്കുന്ന ഈ ഇത് കണ്ടോ, ആ സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റീം ട്രെയിൻ ഇവിടുത്തെ. ഞാൻ പിന്നെ കാണിച്ചു തരാം. അവിടെ അതിൻ്റെ അകത്ത് കോളൊക്കെ കിടപ്പുണ്ട്.
അതെ നമ്മൾ സ്പോർട്സ് ഡയറക്റ്റിലേക്ക് എത്തി. ഞങ്ങൾ പോയി ഷൂ നോക്കട്ടെ ആദ്യം തന്നെ. പെട്ടെന്ന് നോക്കണം, സമയമില്ല. നമുക്ക് അരമണിക്കൂറാണ് ടൈം ഉള്ളത്. അതിന് മുമ്പ് നീ വീട് പക്ക്. ഈ കിടക്കണതെല്ലാം ലേഡീസിന്റെ ആണ്, ഷൂസും കാര്യങ്ങളെല്ലാം. അനുവിന് ഇതിന്ന് ഏതെങ്കിലും ഒരെണ്ണം നല്ല കണ്ടുപിടിക്കണം. ഏതാ എനിക്ക് വേണ്ട? എടി ഇത് നോക്കിയല്ല, പിങ്ക് വേണ്ട, ഇത് മതിയാ? ബ്ലാക്ക് എടുക്കണ്ട, അതിലും ഭേദം നീ ഞാൻ പറയണ സ്കെച്ചേഴ്സിന്റെ ഇത് എടുക്ക്. നീ ഇത് വെയ്റ്റ്ലെസ് ആടി, അത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ എത്ര കൊണ്ടാണ്? 45 കൊണ്ട്. 45 കൊണ്ട് ഇതും വലിയ കുഴപ്പമില്ല, പക്ഷെ അത് കളർ ഒരു സുഖമില്ല. രണ്ടും കൂടെ വെച്ചാൽ എനിക്ക് വീഡിയോയിൽ കാണാനായിട്ട് വൈറ്റ് രസം. എന്നാൽ ഇത് മതിയല്ല, ഇതെടുക്കാം. ഇട്ടു നോക്ക്. എനിക്ക് പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടായിരുന്നടി, എവർലാസ്റ്റിൻ്റെ. ഇത് നല്ല രസമുണ്ട്, നല്ല കളറുമാണ്. 2 ഷൂസ് വേണോ നിനക്ക്? വേണ്ടല്ലോ, ടൈറ്റാണോ? കാലം നോക്കിക്കേ, കയറിയില്ലേ? താത്തിക്കോ. ഇത് ഓക്കെയാണ് നിനക്ക്? നിനക്ക് ആ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ടൈറ്റാണോ നിനക്ക്? അല്ലല്ല, ലൂസല്ലേ? അപ്പം നമ്മുടെ ടോട്ടൽ ഷൂവിൻ്റെ പ്രൈസ് 84 പൗണ്ടായിരുന്നു. അപ്പോൾ ഇത് 45 പൗണ്ട്. ഇനി ഒരു ക്രോക്സും കൂടെ, എനിക്കൊരു ക്രോക്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്രോക്സ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്താടി? വേണ്ടേ? എത്രയാ പറഞ്ഞേ? 55, 65, 75, 75, 7, 45, 35 എത്രയാണ്? 5, 10, 4, 5, 80, 83. ശരിയാ, സെയിം പ്രൈസ് വരും. ഞാൻ ഈ ഒരു ഇവിടെ വലിയ കളക്ഷനൊന്നും ഇല്ല. അപ്പം ഇനിയിപ്പോൾ പൈസ ഒരു ബാക്കി തരുമോയെന്ന് പറഞ്ഞു. ഇവിടെ പൈസ തരേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ക്രോക്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെടുക്കല്ലേ? ഇത് മതിയാ? ഈ ഒരു ക്രോക്സ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതിന് റേറ്റ് കൂടുതലാണ്, 49 കൊണ്ടാണ് പറയുന്നത്. 10 കൊണ്ട് എക്സ്ട്രാ കൊടുക്കണം നമ്മൾ. കോടിച്ച് നമ്മൾ 49 കൊണ്ടെന്നാണ് ആ ചെരുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ റേറ്റ് വന്നത് 39 കൊണ്ടേ ക്രോക്സിനായുള്ളൂ. 45 കൊണ്ട് ഇതിൻ്റെ ഷൂനുമായി. അപ്പം എത്രയാണ്? 45, 39 എത്രയാണ്? അപ്പം 45, 55, 65, 75, 85, 84 പോണ്ട്. കറക്റ്റ് എമൗണ്ട് നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 0 പോണ്ട് ടോട്ടല്. നോ, ഒരു ഷൂ കൊടുത്തപ്പോൾ നമ്മൾ 2 ഷൂ വാങ്ങി അല്ലേ? 2 ചെരുപ്പ് വാങ്ങി. നൈസ്. നോക്കിയൊരു വെള്ള പ്രാവടിയന് വെള്ളം. അതെ, നമ്മളാണെങ്കിൽ ബൂട്ട്സിലെത്തി. ബൂട്ട്സിൽ പോയിട്ട് സാധനം വാങ്ങാം അല്ലേ? അതെ, നമ്മൾ അന്വേഷിച്ചിടുന്ന സാധനം ഇതാണല്ലേ, കൗവാൻ ഗേറ്റിന്റെ. ഇതാണ് ഈ ഒരു ബോട്ടിലുള്ള സാധനം, ഫോർമുല മിൽക്ക്, ഫസ്റ്റ് ഇൻഫന്റ് മിൽക്ക്. ഇത് 6 ബോട്ടിൽ ഉണ്ടാവും അല്ലേ ഇതിൻ്റെ അകത്ത്? ഇന്ന് എത്ര പൗണ്ടോ? 7.5 പൗണ്ട്. 7.5 പൗണ്ടിന്റെ സാധനം കിട്ടി. 7.5 പൗണ്ട് ലാസ്റ്റ് പൈസ ബാക്കി ഉണ്ടോ? ഇത് മാത്രം മതിയോ? വേറെ എന്താണ് നിനക്ക്? 7 ബോട്ടിലുണ്ട്. 6 ബോട്ടിൽ. 6 ബോട്ടിൽ ഇൻറ്റു 70 ml. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണല്ലേ. നമ്മളിത് ചായ ഇട്ടിട്ടുണ്ട്. ചായയും പരിപ്പുവടയും ഉഴുന്നുവടയും പത്തിരിയും. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഫ്രോസൺ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലേ, റെഡി ടു ഈറ്റ് ചെയ്യാം. എല്ലാം കിട്ടും. നമ്മൾ വന്ന വഴിക്ക് വേറെ സാധനം വാങ്ങിയല്ലോ. അതെന്താ? നമ്മള് ചെസ് ബോർഡ് മേടിച്ചായിരുന്നു. ചെസ് ബോർഡ് വാങ്ങി. അതായത് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയായിരുന്നു. അതായത് ഒരു ചെസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നാട്ടിലുള്ളതാണ്. അപ്പൊ അവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ചെസ് ബോർഡ് ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ തെമ്മൂന്ന് ഒരു ചെസ് ബോർഡ് വാങ്ങി. അതെങ്ങനെ ഉണ്ടായിരുന്നു? ബൈനോക്കുലർ വെച്ച് നോക്കണം. അത് എന്റെ മിസ്റ്റേക്ക്, ഞാൻ മര്യാദക്ക് നോക്കിയില്ല. അത് ഇവിടെ ഇങ്ങനത്തെ ഇരിപ്പുണ്ടല്ലോ അവിടെ. ഇത്രയും കുഞ്ഞൊരു സംഭവം കിട്ടിയ. ഞാൻ തുറന്നേ, കുഞ്ഞതാ, തീരെ ചെറുതാ. എന്റെ കൈയിന്റെ നോക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇതിന്റെ കോയിൻസും കാര്യങ്ങളെല്ലാം. അപ്പൊ ഇത് ഭയങ്കര ചെറുതാ. അപ്പൊ അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ ഞാനങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് ഫേസ്ബുക്ക് മാർക്കറ്റ്. അപ്പൊ അതിന്റെ അകത്ത് നോക്കി കണ്ടപ്പോ 3 കൊണ്ടിന് ഒരു ചെസ് ബോർഡ് കിട്ടി, കണ്ടു. അങ്ങനെ ഞാൻ അമ്മച്ചിയോട്, ഒരു അമ്മച്ചിയായിരുന്നു, അങ്ങനെ പിന്നെ പുള്ളിക്കാരോട് ചാറ്റ് ചെയ്ത് ഞാൻ ഇന്ന് പോയിട്ട് ഞാൻ വാങ്ങി. ഇന്നലെ പോകാന്ന് പറഞ്ഞു, ഇന്നലെ പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇന്ന് പോയിട്ട് ചെസ് ബോർഡ് വാങ്ങി, വലിയൊരു ചെസ് ബോർഡ്. ഇതും ഗ്ലാസ് ചെസ് ബോർഡാണ്. ഇത് ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അവര് ഉപയോഗിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്, പക്ഷെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു സാധനം, 3 കൊണ്ടിനാ കിട്ടിയത് നമുക്കിത്. പിന്നെ അനു മറ്റേ ഇത് വാങ്ങി അല്ലേ, സ്വാഡിൽസ് അല്ലേ. ഇത് നമ്മൾ നമ്മളായിട്ട് പൊതിയേണ്ട കാര്യമില്ല, രാത്രിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഒട്ടിച്ചാ മതി, ഇങ്ങനെ, മനസ്സിലായോ? ഇത് കാലിന് വെക്കാനുള്ള സ്ഥലം. ഇത് നമ്മളിങ്ങനെ ആദ്യം തുറന്നു വെക്കുന്നു, എന്നിട്ട് പിന്നെ ബെബിനെ കിടത്തിയിട്ട് കാല് ഇതിന്റെ അകത്ത് വരും, എന്നിട്ട് ഇങ്ങനെ ഇത് മുകളിലോട്ടാക്കുന്നു, കൈ ഒരെണ്ണം അകത്തോട്ടാക്കിയിട്ട് കൈ ഇവിടെ കൂടുന്നു. ഇത് കൊള്ളാലോ സംഭവം. എന്നിട്ട് അല്ല, കൈ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ എന്തോ വെക്കുന്നു. അപ്പൊ ആ ഒരു റാപ്പ് ചെയ്ത ഫീൽ. പിന്നെ രാത്രി നമുക്ക് ഡയപ്പർ മാറ്റാൻ വേണ്ടി ഇത് മൊത്തം അഴിക്കേണ്ട കാര്യമില്ല, ഇവിടെ താഴെ ഇത് തുറക്കാൻ പറ്റും. ഓ, അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഇത് പാക്ക് ഓഫ് 2 ആണ്, 2 കളറിന്റെ. ഗ്ലാസ്
ഗ്ലാസിന്റെ ഇത് അവർ ഉപയോഗിച്ചിട്ടില്ലെന്നൊക്കെ പറയുന്നത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ കളറൊക്കെ ഒരുമാതിരി ഡിമ്മാണ്. പക്ഷെ ഇതില് ബ്ലാക്ക് അരു എന്തിയപ്പോ ബ്ലാക്ക് അതായത് ഇത് 2 ഷെയ്ഡാ. ഇത് കുറച്ച് മാറ്റ് ഫിനിഷ്, ഇത് ക്ലിയർ ഫിനിഷ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ രസമില്ല. വീഡിയോക്ക് വേണ്ടിട്ട് ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ. പക്ഷെ ഇത് കാണത്തില്ല. എനിക്ക് തോന്നുന്നത് ഇത് അടി വെക്കേണ്ടി വരുമായിരിക്കും അല്ലേ? അപ്പോഴും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണത്തുള്ളൂ. എന്നാലും ഒരു രസമില്ല. ചിലപ്പോ ബ്ലാക്ക് കളറിൽ ബ്ലാക്കിൽ വെച്ച് അതിൽ വെച്ച് അടിപൊളിയായിരിക്കും. ഇതാണ് ഇപ്പൊ സാധനം കിട്ടിയത്. ഇത് കേട്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ കോയിൻസ്. രാജാവിനും രാജ്ഞിയൊക്കെ ഭയങ്കര വലുതാ. രാജാവിനെ കാണിച്ചു. രാജാവ് ഇത് ഗ്ലാസ് അടി ശരിക്കും പ്യുവർ ഗ്ലാസ് പിടിച്ചു എനിക്ക്. ഓ ഇത് അടിയിലത്തെ സാധനമല്ലേ ആ സംഭവം, ആ സ്റ്റിക്കർ. ഇത് നമ്മുടെ ബ്ലാക്ക് ക്ലോത്തിന്റെ പൊക്കത്ത് വെച്ചാലും ഇല്ലടി, ഭയങ്കര ഒരു ഡള്ള് ഫീല്. കുഴപ്പമില്ല, നമ്മുടെ ആവശ്യത്തിന് ഇത് മതിയെന്ന് തോന്നുന്നു വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചാലും നടക്കത്തില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് സംഭവം. 3 കൊണ്ടിന് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ലാഭം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നല്ലൊരു ദിവസമായിരുന്നു അല്ല ഇന്ന്. നമുക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നല്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ നടക്കുവാണ്. നാളെയോ ഇനി ഇന്നും കൂടെ കഴിഞ്ഞ 2 more days. നാളെ ആവുമ്പോഴേക്കും 1 more day. നാളെ നമ്മൾ പള്ളി പോണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നാളെ കഥ പറയാം, പള്ളിയുടെ കഥ. ഇവിടെ ഒരു അടുത്തൊരു പള്ളിയുണ്ട്, അപ്പൊ അതിന്റെ കഥ നാളെ പറയാം ഞങ്ങള്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ നമുക്ക് പരിപാടി? നമുക്ക് പരിപാടിയൊന്നും ഇല്ല പ്രത്യേകിച്ച്. നടക്കാൻ പോണ്ടേ നമുക്ക്? ഇനി നടക്കാൻ മതിയാ? മതിയാ? ഇന്ന് ആലോചിച്ചേ, ഇപ്പൊ ഇൻഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാഴ്ച കൂടെ ഡിലേ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ 41 ആഴ്ച വരെയൊക്കെ ഇതിനു വേണ്ടി. അപ്പൊ എന്തായാലും അതിന് മുമ്പ് വാട്ടർ ബ്രേക്ക് ഉണ്ടായേനെ. അതെന്താണ് വെയിറ്റ് നല്ല പ്രഷർ ഉണ്ടല്ലേ. അപ്പൊ അതിനുമുള്ള വയറിങ്ങനെ നീണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. മതി, കഴിഞ്ഞല്ലോ. കലാസ് അല്ലേ, കലാശക്കെട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്താണ്. കാരണം ഇത് വലിയ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങള്. പിന്നെ ആ സാധനം കാണിച്ചില്ലല്ലോ. ആ സാധനം എന്താ മേടിച്ച സാധനം? ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിക്കൊണ്ട് വന്ന കവൻ ഗേറ്റിന്റെ പോയത് തന്നെ. പിന്നെ നമ്മൾ ഷൂ വാങ്ങാൻ പോയി. ഇത് 3 സ്റ്റേജ് ആയിട്ട്. ഇത് 1 ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇത് 3 സ്റ്റേജ് ആയിട്ടുണ്ട്. ഓ ഇത് ഓരോ നിപ്പിൾ ഈ സംഭവം അടിയുള്ള. ഇത് ഓരോന്നിനും ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള 6 ഉണ്ടല്ലേ. ഓ ഇതേപോലത്തെ 6 നിപ്പിൾസ് ഉണ്ട്. പിന്നെ ബോട്ടിൽ കാണിച്ചു. അപ്പൊ ഇതാണ് മിൽക്ക് പറഞ്ഞത്. അത് തന്നെയാണല്ലോ. ഇതാണ് മിൽക്ക് പറഞ്ഞത്. ഇത് ഈ ക്യാപ്പ് കെട്ടിട്ട് ഈ ഒരു സംഭവം വെച്ചാൽ മതി. വേറെ എന്തെങ്കിലും പറയണ്ടോ നിനക്ക്? 2 more days. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമന്റ് പറയാം. നമ്മള് ചെറിയ വീഡിയോ ആയിരുന്നു ഇതൊക്കെ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മളിപ്പോ മൊത്തത്തിൽ ഒരു ടെൻഷൻ ആണോന്ന് ചോദിച്ചാൽ ടെൻഷൻ ആണ്, എക്സൈറ്റഡ് ആണോന്ന് ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ അതും അറിയില്ല. എന്തൊക്കെയാ ചെയ്യാ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. And that will be the day. Bye.